ചില വിത്തുകൾ ഇങ്ങനെ വീണട മുടിക്കും. ഏതായാലും താൻ നോക്കിക്കൂ. തന്നെ വേദനിപ്പിച്ച അവൻ തെണ്ടി കുത്തുവാള എടുത്ത് കരിഞ്ഞൊടുങ്ങി വെണ്ണീറായി പോവും. ഞാനാ പറയുന്നത്. കത്തിയുണ്ട് മുറിഞ്ഞെടുത്ത് കുന്തം കെറ്റി രസിക്ക. നാവ് ചൊറിഞ്ഞെന്റെ അപ്പുറത്തേക്ക് മാറിയിരുന്ന് സ്വയം ചൊറിഞ്ഞാ പോരെ. എന്തൊരു ജന്മായത്. എന്താടാ? ഒന്നും പറഞ്ഞില്ല. ചിരഞ്ജീവിയാണെന്ന് പറയായിരുന്നു. പണ്ട് ബീഡിക്ക് പകരം മൃതസഞ്ജീവനി ചുരുട്ടി വലിച്ചുവോ? ഓടാ അവിടുന്ന് കുരുത്തം കെട്ടവനെ. അല്ലാതെ പിന്നെ എന്റെ കലാശം. എടോ, താൻ അറിഞ്ഞോ? ഞാനൊന്നും അറിഞ്ഞില്ല. ഇപ്പോഴല്ലേ ഇങ്ങോട്ട് വന്നത്. ഞാൻ അറിഞ്ഞു. അവൻ അച്ഛ വീട്ടിലേക്ക് ചെന്നിട്ടില്ല. ഞാൻ അന്വേഷിച്ചു. എന്തിനാ അന്വേഷിക്കാൻ പോണേ? അവരെ അവിടുന്ന് ആട്ടി ഇറക്കാനോ? ആ കുട്ടികളെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. എന്റെ മോനെ എങ്ങനെയെങ്കിലും ജീവിച്ചാ പോരാ. അതിനാ ഈ പ്രായം വരെ ഞാൻ എന്റെ ജീവിതം തൊലച്ചത്. എന്നിട്ടിപ്പോ വെള്ളത്തിൽ വരച്ച വര പോലെ ആയില്ലേ. എന്റെ മോനിപ്പോ എവിടെയാണാവോ? വല്ല ഹോട്ടലിന്റെ പിന്നാമ്പുറത്ത് എച്ചില് പാത്രം കഴിയുന്നുണ്ടാവും. അല്ലാണ്ട് എന്ത് ചെയ്യാൻ? കയ്യിലൊരു ബിരുദങ്ങൾ ഇരിപ്പുണ്ടോ കളക്ടർ പണി കിട്ടാൻ? താൻ പരിഹസിക്കണ്ടാടോ. തന്റെ കൺകണ്ട ദൈവം കളക്ടർ ആയിരിക്കും. പക്ഷെ അന്തസ്സുള്ള വേറെയും കുറെ പണികളുണ്ട് ഈ നാട്ടിൽ. അതിലൊരെണ്ണം അവന് കിട്ടും. അതിനുള്ള യോഗ്യത അവനുണ്ട്. ശിഷ്യന്റെ കാര്യം ഓർത്ത് ഗുരുവിന്റെ മനസ്സങ്ങ് പിടയ്ക്കല്ലേ. തന്തയ്ക്കും തള്ളയ്ക്കും ഇല്ലാത്ത പെടച്ചിൽ എന്തിനാ ഗുരുവിന്? ഒരു പെടച്ചിലും ഇല്ല, ഒരു ദണ്ണവും ഇല്ല. കുറച്ച് തീ ഉരുട്ടി കൊടുത്ത അയാള് വിഴുകട്ടെ എന്ന്. മോനും മരുമോളും സേഫ് ആയിട്ട് ഒരിടത്തുണ്ട്. മനസ്സ് വിഷമിക്കാണ്ടിരിക്കുക. അതെ, ചേച്ചിക്ക് വിഷമൊന്നുമില്ലോ അല്ലേ? എന്ത് വിഷമം? അല്ല ചേച്ചി, ഈ ആദ്യത്തെ 4 മാസം വളരെ ബുദ്ധിമുട്ടാന്ന് കേട്ടിട്ടുണ്ടല്ലോ. ശരിയാണോ ചേച്ചി? ശരിയാ. അല്ല, കുട്ടനെന്താ ഇതൊക്കെ അറിയണേ? തനിക്ക് 4 മാസം? അല്ലല്ല, എനിക്ക് ഗർഭിണികളെ കണ്ട അപ്പ ടെൻഷൻ ആവും. അതിന് തനിക്കെന്തിനാ ടെൻഷൻ? പറഞ്ഞ പോലെ എനിക്കെന്തിനാ ടെൻഷൻ? എനിക്കൊരു ടെൻഷനും ഇല്ല. ഞാൻ ടെൻഷൻ അടിക്കുന്ന പ്രശ്നമില്ല. ഇനിയിപ്പോ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? കയ്യിൽ നിന്ന് പോയില്ലേ? വേണ്ടായിരുന്നു. ഇവനെന്താ പൊട്ടം കടിച്ചോ? പഴമിടാനുള്ള തൊട്ടിയായിരിക്കും. തൊട്ടിയും തൊട്ടിലും തിരിച്ചറിയാത്ത തോട്ടി. ഗോ ഡു യുവർ ഗോ. ഓ ഡാർലിംഗ്, എന്തിനെപ്പോ ഇതൊക്കെ വാങ്ങിച്ചേ? മാസങ്ങൾ എത്ര കിടക്കുന്ന ബേബി വരാൻ? മാസങ്ങൾ will fly away darling. One fine morning baby in the തൊട്ടിൽ. അരി ഉഴുന്നും ഗ്രൈൻഡറിൽ അരച്ചാ പോരെ ആന്റി? പോരാ, പിന്നെ കല്ലെന്തിനാ? ആർക്കെങ്കിലും കാണാനോ? അരി ഉഴുന്നും കല്ലിൽ അരച്ചാലേ ഇഡ്ലി സോഫ്റ്റ് ആയിരിക്കുള്ളൂ. അങ്കിളിന് അതാ ഇഷ്ടം. ആ കൈസറിടുന്ന് കുറയ്ക്കുന്നുണ്ട്. ആരാന്ന് നോക്കിയേ? കള്ള ചെക്കന്മാര് കറങ്ങി നടക്കുന്നേ പത്രത്തിലുണ്ടായിരുന്നു. അതെ, അവരുടെ വർത്താനം കേട്ട അർദ്ധരാത്രി നീ ഇങ്ങനെ പുറത്തിറങ്ങി നടന്ന് വല്ലം കണ്ട് പേടിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ കേട് നമ്മുടെ കുട്ടിക്കാ. ഒച്ച വെക്കില്ലേ? അവരാരും ഉറങ്ങിയിട്ടില്ല. എന്താ കയ്യില്? ഇത് കുറച്ച് ആപ്പിളും മുന്തിരിയൊക്കെയാ. കഴിച്ചോ. എനിക്കിതൊന്നും വേണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. ഇതൊന്നും നിനക്ക് വേണ്ടിട്ടല്ല. ഈ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിന് വേണ്ടിട്ടാ. തൊട്ടിൽ വാങ്ങാൻ കാശ് കഴിഞ്ഞില്ല. തൊട്ടിലോ? എന്തിനാ എത്ര നേരത്തെ? Months will fly away. One fine day, our baby in the തൊട്ടിൽ. Cradle dear, cradle. സമയം കിട്ടുമ്പോഴൊക്കെ വായിച്ചു നോക്കണം. ഗർഭിണികൾ ഗർഭസമയത്ത് എന്തൊക്കെ ചെയ്യാൻ പാടില്ലെന്ന് 101 ഗർഭിണികൾ എഴുതിയ മഹത് ഗ്രന്ഥമാണിത്. പ്രഗ്നൻസി ലെറ്റ്സ് ടു ചൈൽഡ് ബർത്ത്. വില വെറും 60 രൂപ മാത്രം. അതെ, തള്ളയുടെ കുര നിർത്താൻ പറ. ഒന്നുമില്ല ആന്റി, അത് പട്ടികൾ വെറുതെ കുരയ്ക്കുന്നതാ. ഇങ്ങനെ വാ പൊത്തല്ലേ എന്റെ മാലു. നീ ഒരു തവണ വാ പൊത്തിയതുകൊണ്ടാ നമ്മൾ പെരുവഴിയിലായത്. ഇനി കുട്ടം പറന്നിട്ട് വാ പൊത്തിയാ മതി. മാവ് ശരിക്കും അറിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അരച്ചരാം. വാ. ഇനി ഇമാതിരി കട്ടിയുള്ള പണിയൊക്കെ രാത്രിയിലത്തേക്ക് മാറ്റി വെച്ചാ മതി. ഞാൻ വന്ന് ചെയ്തോളാം. അച്ഛന്റെയും അമ്മയുടെയും ശ്രദ്ധയും ശുശ്രൂഷയൊക്കെ കിട്ടേണ്ട ഈ സമയത്ത് ഞാൻ കാരണം എന്നെ ശപിക്കണ്ടാവൂലേ? ഞാനോ? ഞാൻ സ്വപ്നത്തെ പോലെ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. എനിക്കറിയാം. ചിലപ്പോ വയറ്റിനകത്ത് കിടന്ന് നമ്മുടെ മോൻ എന്നെ ചേർത്ത് വിളിക്കണ്ടാവും. അവന്റെ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുത്തണേന്. അപ്പൊ മോനാന്ന് ഉറപ്പിച്ചോ? മോനാ. അവൻ താമസിയാണ്ടിങ്ങെത്തും. അവന്റെ വരവിന് നല്ല കാശെലവുണ്ടാവും. റൊസാരിയുടെ അവിടുത്തെ പണി മാത്രം പോരാ.
ഞാൻ വേറെ ചില പണികളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്.